ചെറിയ തരത്തിൽ പണി ചെയ്ത് ജീവിക്കുന്ന 5 പേർ. അവരുടെ പ്രധാന ആവശ്യം ഡെയിലി എണ്ണം അടിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരുത്തിന് ഒരു ഐഡിയ തോന്നുന്നു. മദ്യം മറിച്ചു വിറ്റ് പൈസ ഉണ്ടാക്കൽ. അങ്ങനെ ഇവർ മദ്യഷാപ്പിൽ പോയി കുറെ കുപ്പികൾ വാങ്ങുന്നു. ഇത് രാത്രിയിൽ മറിച്ചു വിൽക്കുന്നു. എന്നാൽ രാത്രിയിൽ ആളുകളുടെ ബഹളം കാരണം അടുത്തുള്ളവർ കംപ്ലൈന്റ് കൊടുക്കുന്നു. അവരെ ആ ബിൽഡിങ്ങിൽ നിന്നും ഇറക്കി വിടുന്നു. അതിനുശേഷം അവർ ഒറ്റക്കുള്ള ഒരു വീട് തപ്പി ഇറങ്ങുന്നു. അവസാനം ഒരു പ്രേത വീട് ലഭിക്കുന്നു. പക്ഷേ അവരറിഞ്ഞിരുന്നില്ല ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന്. അതിനിടയിൽ കൊറോണ കാരണം ലോക്ക്ഡൌൺ ആവുന്നു. ഇവർ മദ്യം വിറ്റ് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച സമയം ഒരു മനുഷ്യനെ പോലും പോലീസ് പുറത്തു വിടാതെയായി. അങ്ങനെ അവരുടെ പ്ലാൻ പാതാളത്തിലാവുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഒരു വല്ലാത്ത ജീവിയെ പോലെ ആവുന്നു. അടുത്ത ദിവസം വേറെ ഒരുത്തൻ. പ്രേതം കൂടിയത് കാരണം ഇവർക്ക് ജീവിക്കാൻ വയ്യാതെയാവുന്നു. അങ്ങനെ പ്രേതത്തിനെ ഓടിക്കാൻ ഓൺലൈൻ വീഡിയോ ഒക്കെ കണ്ട് പൂജയൊക്കെ ചെയ്യുന്നു. പക്ഷേ കാര്യമില്ല. അങ്ങനെ ആ വീട്ടിൽ ഇതിനു മുൻപ് താമസിച്ചയാളെ തേടി പോകുന്നു. അയാൾ പറഞ്ഞു ആ വീട്ടിൽ താമസിച്ചാൽ മരണം ഉറപ്പാണെന്ന്. തന്റെ കൂടെ താമസിച്ച ഒരുത്തനെ പ്രേതം കൊന്നുവെന്നും അതുപോലെ അതിനു മുൻപ് താമസിച്ച 5 പേരെയും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രേതം കൊന്നു കളഞ്ഞിരുന്നുവെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് പേടിച്ച അവർ ഒരു മന്ത്രവാദിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അയാൾ ആ പ്രേതത്തെ ഒരു കുപ്പിയിലാക്കി കൊണ്ടു കളയാൻ പറയുന്നു. പോകുന്ന വഴിക്ക് മദ്യമാണെന്ന് കരുതി പോലീസ് ആ കുപ്പി തുറക്കുന്നു. പിന്നീട് 5 പേരും 5 കുണ്ടിൽ നിന്നും എണീറ്റ് വരുന്നു. ആ പ്രേതം അവരെ കൊല്ലാതെ വിട്ടു.